ഹലോ, എല്ലാവർക്കും സ്വാഗതം. നഴ്സിംഗ് രംഗത്ത് നമ്മുടെ ദിവസവും കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് ഡേറ്റയാണ് അല്ലേ? വെറും അക്കങ്ങളും നമ്പറുകളും. പക്ഷേ ഈ അക്കങ്ങളെ എങ്ങനെയാണ് നമ്മുടെ രോഗി പരിചരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിലപ്പെട്ട വിവരങ്ങളാക്കി മാറ്റാൻ കഴിയുക? ഇന്ന് നമ്മൾ അതിനുള്ള ഒരു കിടിലൻ വഴി പഠിക്കാൻ പോവാണ്. ബാർ ഗ്രാഫുകൾ എന്ന ലളിതമായ ടൂൾ ഉപയോഗിച്ച് ഡേറ്റയുടെ കഥ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. രോഗികളുടെ എണ്ണം, ഓരോ മരുന്നിന്റെയും ഫലം, രോഗികളുടെ സംതൃപ്തിയെക്കുറിച്ചുള്ള സർവേകൾ, ഇങ്ങനെ ഒരുപാട് ഡേറ്റ നമ്മുടെ മുന്നിലൂടെ ദിവസവും പോകുന്നുണ്ട്. ഈ സംഖ്യകളുടെ കൂമ്പാരത്തിൽ നിന്ന് ഏത് ചികിത്സയാണ് കൂടുതൽ ഫലപ്രദം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ സേവനം ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തും? അതെ, അവിടെയാണ് ബാർ ഗ്രാഫുകൾ ഒരു സൂപ്പർ ഹീറോയെ പോലെ നമ്മുടെ സഹായത്തിനെത്തുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഡേറ്റയിൽ നിന്ന് എങ്ങനെയാണ് വിലപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുന്നതെന്ന് തുടങ്ങി നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും കറക്റ്റായ ചാർട്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതുവരെ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കും. റെഡിയല്ലേ? ശരി, നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ അക്കങ്ങളുടെ ലോകത്തെ എങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന അർത്ഥവത്തായ ചിത്രങ്ങളാക്കി മാറ്റാം എന്നതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് ബാർ ഗ്രാഫ്. സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പോ നമ്മുടെ വാർഡിലെ രോഗികളിൽ എത്ര പേർ പുരുഷന്മാരാണ്, എത്ര പേർ സ്ത്രീകളാണ് എന്ന് നമുക്ക് താരതമ്യം ചെയ്യണമെന്ന് വെക്കുക. അതിന് ബാർ ഗ്രാഫ് ഉപയോഗിക്കാം. ഓരോ ബാറിന്റെയും ഉയരമെന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറിന്റെ ഉയരം കൂടുന്തോറും എണ്ണവും കൂടുതലായിരിക്കും. അത്രയുള്ളൂ. ഒരു ബാർ ഗ്രാഫ് കണ്ടാല് തിരിച്ചറിയാൻ കുറച്ച് എളുപ്പവഴികളുണ്ട് കേട്ടോ. ഒന്നാമതായി, എല്ലാ ബാറുകൾക്കും ഒരേ വീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് നേരെ പോകുന്നത് അവയുടെ ഉയരത്തിലേക്കായിരിക്കും. കാരണം ഉയരമാണ് ഇവിടത്തെ മെയിൻ. പിന്നെ ഓരോ ബാറിനുമിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പ് നമ്മളോട് പറയുന്നത് ഓരോ ഗ്രൂപ്പും വേറെ വേറെയാണ് എന്നാണ്. ഓക്കേ, ഇനി നമുക്ക് ബാർ ഗ്രാഫുകളുടെ ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും സിമ്പിളും എന്നാൽ ഭയങ്കര പവർഫുള്ളുമായ ഒരാളെയാണ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ്. ഒരു വിഷയത്തിലെ പല ഗ്രൂപ്പുകളെ തമ്മിൽ താരതമ്യം ചെയ്യണമെങ്കിൽ ഇത് മതി. ഉദാഹരണത്തിന്, നമ്മുടെ ആശുപത്രിയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വീതം രോഗികളുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയണോ? അതിന് സിമ്പിൾ ബാർ ഗ്രാഫ് ധാരാളം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ വിവാഹിതായ രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? കണ്ടോ, ഇതാണ് സിമ്പിൾ ബാർ ഗ്രാഫിന്റെ മാജിക്. കുറേ നമ്പറുകൾ വായിച്ചു നോക്കുന്നതിന് പകരം ഒറ്റ ചിത്രത്തിൽ കാര്യം വ്യക്തം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ചോദ്യം ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണം വീതമുണ്ട് എന്നാണെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ട. സിമ്പിൾ ബാർ ഗ്രാഫാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. സിമ്പിളായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയാലോ? ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷത്തെ രോഗികളുടെ എണ്ണവും ഈ വർഷത്തെ രോഗികളുടെ എണ്ണവും ഒരേ സമയം താരതമ്യം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അതിനൊരു കിടിലൻ വഴിയുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ബാർ ഗ്രാഫ്. ഇവിടെ ഓരോ ഗ്രൂപ്പിനും ഒരൊറ്റ ബാർ ആയിരിക്കില്ല, പകരം ഒരു ജോഡി ബാറുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ബാറുകൾ തന്നെ ഉണ്ടാകും. ഇവർ കൂട്ടുകാരായി ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഹോസ്പിറ്റൽ എ ആണോ ഹോസ്പിറ്റൽ ബി ആണോ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ പറ്റുന്നില്ലേ? ആ നീലയും പിങ്കും ബാറുകൾ ആ താരതമ്യം എത്ര എളുപ്പമാക്കുന്നുവെന്ന് കണ്ടില്ലേ? അപ്പോ ഇവരിൽ ആരാണ് കേമൻ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ശരി, ഇനി നമുക്കൊരു പുതിയ തരം ഗ്രാഫിനെ പരിചയപ്പെടാം. ഇത് ഒരേ സമയം ഒരു മരത്തെയും അതിലെ ഓരോ ഇലയെയും ഒരുമിച്ച് കാണാൻ നമ്മളെ സഹായിക്കുന്നതുപോലെയാണ്. അതാണ് സ്റ്റാക്ഡ് ബാർ ഗ്രാഫ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാറുകളെ പല കഷ്ണങ്ങളാക്കി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കുകയാണ്, ഒരു കേക്കിന്റെ കഷ്ണങ്ങൾ പോലെ. അപ്പോ ആ ബാറിന്റെ മൊത്തം ഉയരം നമുക്ക് ആകെ എണ്ണത്തെ കാണിച്ചു തരും. അതിലെ ഓരോ കഷ്ണവും അതിന്റെ ഓരോ ഭാഗത്തെയും കാണിച്ചു തരും. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഓരോ വർഷവും സാക്ഷരത കൂടി വരുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വർഷവും പുരുഷന്മാരും സ്ത്രീകളും അതിൽ എത്രത്തോളം പങ്ക് വഹിച്ചു എന്നും ആ നീലയും പിങ്കും നിറങ്ങൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരൊറ്റ ഗ്രാഫിൽ എത്രമാത്രം വിവരങ്ങളാണെന്ന് നോക്കിക്കേ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ആകെ എത്രയുണ്ട് എന്നും അതിൽ ആരൊക്കെയുണ്ട് എന്നും ഒരേ സമയം അറിയണമെങ്കിൽ
സ്റ്റാക്ഡ് ബാർ ഗ്രാഫാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഈയൊരു ഘട്ടത്തിൽ പലർക്കും ഒരു സംശയം വരാറുണ്ട്. ബാർ ഗ്രാഫും ഹിസ്റ്റോഗ്രാമും ഒന്നാണോ എന്ന്. അല്ല, രണ്ടും രണ്ടാണ്. ഈ സ്ലൈഡ് ആ വ്യത്യാസം വ്യക്തമായി കാണിക്കുന്നുണ്ട്. ബാർ ഗ്രാഫ് വിവാഹിതർ, അവിവാഹിതർ എന്നിങ്ങനെയുള്ള വെവ്വേറെ ഗ്രൂപ്പുകളെ കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഹിസ്റ്റോഗ്രാം പ്രായം പോലെ തുടർച്ചയായ ഡേറ്റയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഹിസ്റ്റോഗ്രാമിലെ ബാറുകൾ തമ്മിൽ ഗ്യാപ്പില്ലാതെ ഒട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ 3 തരം ബാർ ഗ്രാഫുകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എപ്പോൾ ഏത് ഉപയോഗിക്കണം? അതിനൊരു എളുപ്പവഴിയുണ്ട്. ഈ പട്ടിക നിങ്ങളുടെ ഒരു ചീറ്റ് ഷീറ്റ് പോലെ ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഉത്തരം ഈ പട്ടികയിലുണ്ട്. എത്ര എന്നറിയാനാണെങ്കിൽ സിംപിൾ ഗ്രാഫ്, ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ ഏതാണ് കേമൻ എന്നറിയാനാണെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്, ആകെ എത്രയുണ്ട്, അതിൽ ആരൊക്കെയുണ്ട് എന്നറിയാനാണെങ്കിൽ സ്റ്റാക്ഡ് ഗ്രാഫ്. സിമ്പിൾ. ഓർക്കുക, ഇത് വെറുതെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെക്കുറിച്ചല്ല. നമ്മുടെ കണ്ടെത്തലുകൾ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നതിനെക്കുറിച്ചാണ്. മികച്ച രോഗീ പരിചരണത്തിനായുള്ള തീരുമാനങ്ങളെടുക്കാൻ ഇത് നമ്മളെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും ഒരുപാട് സഹായിക്കും. അതുകൊണ്ടുതന്നെ ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത നഴ്സിംഗ് സ്കിൽ തന്നെയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ കുറേ നമ്പറുകളോ വരുമ്പോൾ അതിനെ വെറും അക്കങ്ങളായി മാത്രം കാണരുത്. അതിനുള്ളിൽ പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ കണ്ടെത്താനും അത് ഭംഗിയായി പറയാനും ശരിയായ ബാർ ഗ്രാഫ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോ നിങ്ങളുടെ ഡേറ്റയിലെ കഥകൾ കണ്ടെത്താൻ തുടങ്ങിക്കോളൂ. അടുത്ത തവണ കാണാം. നന്ദി.